ഇന്നൊരു പാവയ്ക്കക്കറിയുടെ റെസിപ്പി നോക്കാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി കഴുകി വൃത്തിയാക്കി റൗണ്ടിൽ കട്ട് ചെയ്ത പാവയ്ക്ക 10 മിനിറ്റ് സോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 15 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 1 വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. 1 കപ്പ് വെള്ളത്തിൽ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇനി തിളച്ച് വരുമ്പോൾ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ടേസ്റ്റി പാവയ്ക്ക കറി റെഡി. താങ്ക് യു.